നടൻ ശ്രീനിവാസന്റെ അവസാന നിമിഷങ്ങളും അന്ത്യകർമ്മങ്ങളുമെല്ലാം സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിച്ചിരുന്നു. മതപരമായ ചടങ്ങുകളോടെയായിരുന്നു സംസ്കാരം. ഇത്തരം കാര്യങ്ങളിലൊന്നും യാതൊരുവിധ വിശ്വാസവുമില്ലാത്ത ആളായിരുന്നു അദ്ദേഹം. എന്നാൽ ഭാര്യ വിമല ടീച്ചറാവട്ടെ ആചാരപ്രകാരമുള്ള ചടങ്ങുകളെല്ലാം ചെയ്യണം എന്ന തീരുമാനത്തിലായിരുന്നു. ഭാര്യയുടെ താൽപ്പര്യങ്ങൾക്ക് വഴിപ്പെടാറുണ്ട് അദ്ദേഹം. അമ്മ ഇങ്ങനെയൊരു ആഗ്രഹം പറഞ്ഞപ്പോൾ മക്കളും അതിന് സമ്മതം അറിയിക്കുകയായിരുന്നു. അകത്തെ ചടങ്ങുകൾക്ക് ശേഷമായി ചിതയിലേക്ക് വെച്ചപ്പോഴും പ്രാർത്ഥനകളുണ്ടായിരുന്നു. ആത്മാവിന് മോക്ഷം ലഭിക്കുവാൻ വേണ്ടിയായിരുന്നു പ്രാർത്ഥന എന്ന് പൂജാരി വിശദീകരിച്ചിരുന്നു. അന്ത്യകർമ്മങ്ങൾക്ക് നേതൃത്വം നൽകിയ സുനിൽസ്വാമിയുടെ സ്വഭാവത്തെക്കുറിച്ചും അദ്ദേഹത്തെ ആരാണ് അവിടേക്ക് വിളിച്ചത് എന്നുള്ള ചോദ്യങ്ങളുമൊക്കെ ഉയർന്നിരുന്നു. തട്ടിപ്പുകാരനായ ആൾദൈവമായിരുന്നില്ല ശ്രീനിവാസന് കർമ്മങ്ങൾ ചെയ്യേണ്ടിയിരുന്നത്. ഇത് അദ്ദേഹത്തെ അപമാനിച്ചതിന് തുല്യമാണെന്നുമായിരുന്നു ആളുകൾ പറഞ്ഞത്. വിമല ചേച്ചിയോ മക്കളോ മറ്റു ബന്ധുക്കളോ വിളിക്കാതെയാണ് സുനിൽസ്വാമി അവിടേക്ക് എത്തിയതും ചടങ്ങുകൾ ചെയ്തതും എന്ന് ഹൈദരലി പറയുന്നു. 1-2 ടോക്സ് യൂട്യൂബ് ചാനലിലൂടെയാണ് അദ്ദേഹം അന്ന് നടന്ന സംഭവങ്ങളെക്കുറിച്ച് വിശദീകരിച്ചത്. ബുധനാഴ്ചയായിരുന്നു സഞ്ചയനം. താരങ്ങളടക്കം നിരവധി പേരാണ് സഞ്ചയനത്തിൽ പങ്കെടുത്തത്. ചേച്ചിയുടെ വിശ്വാസത്തിൻ്റെ ഭാഗമായാണ് സഞ്ചയന ചടങ്ങുകൾ നടത്തിയത്. ബന്ധുക്കളെല്ലാം സഹകരിച്ചിരുന്നു. സത്യൻ അന്തിക്കാട് അടക്കം ശ്രീനിവാസന് പ്രിയപ്പെട്ടവരെല്ലാം സഞ്ചയനത്തിൽ പങ്കെടുത്തിരുന്നു. ടൗൺ ഹാളിലേക്ക് ശ്രീനിവാസനെ കൊണ്ടുവന്നപ്പോൾ മുതൽ സുനിൽസ്വാമിയും അവിടെയുണ്ടായിരുന്നു. പിറ്റേന്ന് രാവിലെ വീട്ടിൽ വന്ന് അദ്ദേഹം കർമ്മങ്ങൾ ചെയ്യുകയായിരുന്നു. ശ്രീനിച്ചേട്ടന് ഈ വക വിശ്വാസങ്ങളിലെങ്കിലും ചേച്ചിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിൽ എതിർപ്പ് പ്രകടിപ്പിക്കാറില്ല. അവരെ അടുത്തറിയാവുന്ന ഒരാൾ എന്ന നിലയിൽ ഞാൻ മനസ്സിലാക്കിയ കാര്യമാണിത്. മരണാനന്തര ചടങ്ങുകളെല്ലാം ചെയ്യണം എന്ന് തീരുമാനിച്ചത് ചേച്ചിയാണ്. ഒത്തിരി ബന്ധുക്കളുള്ള കുടുംബമാണ്. അവരാരെങ്കിലുമാണോ സുനിൽസ്വാമിയെ വിളിച്ചതെന്നുള്ള സംശയം ഞങ്ങൾക്ക് വരെ തോന്നിയിരുന്നു. എന്നാൽ ആരും അദ്ദേഹത്തെ വിളിച്ചിട്ടില്ല, കർമ്മം ചെയ്യാനും പറഞ്ഞിട്ടില്ല. അദ്ദേഹം ആരാണെന്ന് പോലും കുടുംബത്തിന് അറിയില്ല. ചേച്ചിക്കൊന്നും അദ്ദേഹത്തിൻ്റെ കാര്യം അറിയുകയില്ല. സ്വയം പേരെടുക്കാൻ വേണ്ടിയാണ് സുനിൽസ്വാമി അവിടെ വന്നതെന്ന് വേണം മനസ്സിലാക്കാൻ. നല്ല രീതിയിൽ മന്ത്രങ്ങൾ പറയുന്നവർ അവിടെയുണ്ടായിരുന്നു. അവരാണ് മുഖ്യ കാർമ്മികത്വം വഹിച്ചത്. വീട്ടിനകത്തുള്ള ചടങ്ങുകൾക്ക് നേതൃത്വം കൊടുത്തത് അവരാണ്. അവിടെയും വന്ന് സുനിൽസ്വാമി ഇടപെടുന്നുണ്ടായിരുന്നു. ഇദ്ദേഹം വലിയൊരു സ്വാമിയാണ് എന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങിയത്. പിന്നീട് സോഷ്യൽ മീഡിയയിലും വലിയ ചർച്ചയായി മാറുകയായിരുന്നു. സഞ്ചയനത്തിൽ പങ്കെടുക്കാൻ പോയപ്പോൾ ഇതേക്കുറിച്ച് ഞാൻ അവരോട് സംസാരിച്ചിരുന്നു. അവരെല്ലാം നല്ല വിഷമത്തിലാണ്. അവരാരും അറിഞ്ഞു ചെയ്തതല്ല അങ്ങനെയൊരു കാര്യം. അതിൻ്റെ സങ്കടത്തിലാണ് അവർ. ഇത്തരത്തിലൊരാളെ എന്തിനു കൊണ്ടുവന്നു എന്ന ചോദ്യങ്ങൾ കണ്ടിരുന്നു. ആരും കൊണ്ടുവന്നതല്ല, സ്വയം വലിഞ്ഞുകയറി വന്ന ആളായതാണ്. അദ്ദേഹത്തെ തിരിച്ചറിയാനോ ആ സമയത്ത് പ്രതികരിക്കാനോ കഴിയാതെ പോയി. എന്താണെന്ന് പറയാൻ പോലും പറ്റാത്തൊരവസ്ഥയായിപ്പോയി. ഉള്ളുകൊണ്ട് എന്നും ഒരു കമ്മ്യൂണിസ്റ്റായി ജീവിച്ച മനുഷ്യനാണ് ശ്രീനിച്ചേട്ടൻ. അവർക്കെതിരെയും വിമർശനങ്ങൾ പറയാൻ മടിയില്ലാത്ത വ്യക്തിയാണ്. ഉള്ള കാര്യങ്ങൾ തുറന്നു പറയും. അങ്ങനെയുള്ളൊരു വ്യക്തിയുടെ അന്ത്യനിമിഷങ്ങളിൽ ഇങ്ങനെയൊക്കെ ചെയ്ത ആ സ്വാമിയെ എന്ത് ചെയ്യണം പൊതുജനങ്ങൾ മനസ്സിലാക്കുക. മാപ്പർഹിക്കാത്ത തെറ്റാണ് അദ്ദേഹം ചെയ്തത്. ഒരു കാരണവശാലും അംഗീകരിക്കാനാവാത്ത കാര്യമാണ്. കുടുംബാംഗങ്ങളെല്ലാം ഇതിൽ നല്ല വിഷമത്തിലാണ്. ഇപ്പോഴും അവിടേക്ക് ആളുകൾ വരുന്നുണ്ട്. ചേച്ചിയെയും മക്കളെയും ആശ്വസിപ്പിച്ച് പോകുന്നുണ്ട്. ആ ഗേറ്റ് ഇപ്പോഴും തുറന്നു വെച്ചിരിക്കുകയാണ്.